ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ PYQ ഡിസ്കഷൻ ആണ്. ഫസ്റ്റ് സെഷൻ ആണിത്. ഇപ്പൊ നമുക്ക് ആദ്യം എന്താണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇതിനകത്തുനിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള ഒരു ജനറൽ ഐഡിയ തന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. എന്താണ് റിസർച്ച്, ഏതൊക്കെ തരത്തിലുള്ള റിസർച്ച് ആണ് ഉള്ളത്. ഈ റിസർച്ചിൽ തന്നെ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ചെയ്യും അല്ലെ. ഏതൊരു റിസർച്ച് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും നമ്മളൊരു ഹൈപ്പോത്തിസിസ് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. അതായത് പ്രൂഫ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുവാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ അതാണ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുന്നു. അപ്പൊ എന്റെ കയ്യിൽ അതിന് പ്രൂഫ് ഇല്ല, അപ്പൊ അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ഇനി ഞാൻ റിസർച്ചിൽ എന്താ ചെയ്യണത്, എനിക്ക് ഒരു സ്റ്റാർട്ടിങ് വേണം. അതിനാണ് ഞാൻ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണത്. അപ്പൊ ഈ ഹൈപ്പോത്തിസിസിൽ തന്നെ രണ്ട് വേരിയബിളുകൾ കാണും അല്ലെ. രണ്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ സ്മോക്കിങ്ങും ക്യാൻസറുമാണ് രണ്ട് വേരിയബിൾ. അപ്പൊ ജസ്റ്റ് കുറച്ച് ടേമുകൾ മാത്രം ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിനാണ് കുറച്ച് ടേമുകൾ പറയുന്നത്. അപ്പൊ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് ആണ്. ഏതൊരു ഹൈപ്പോത്തിസിസിലും രണ്ട് വേരിയബിൾ ആണ് ഉണ്ടാവുക. അപ്പൊ വേരിയബിൾ എന്താണ്, വേരി ചെയ്യുന്നത് എന്തോ അതാണ് വേരിയബിൾ. അതായത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സ്മോക്കിംഗ് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. ഇനി ക്യാൻസറോ, ക്യാൻസർ എന്ന് പറയുന്നത് സ്മോക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അപ്പൊ ഏതൊരു ഹൈപ്പോത്തിസിസിലും രണ്ട് വേരിയബിൾ കാണും, ഒന്ന് ഇൻഡിപെൻഡന്റും ഒന്ന് ഡിപ്പെൻഡന്റും. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഒന്നിനെ ആശ്രയിച്ചല്ല അത് നിൽക്കുന്നത്. സ്മോക്കിംഗ് അത് ക്യാൻസറിനെ ആശ്രയിച്ചല്ല. ക്യാൻസർ ഉള്ളത് കൊണ്ട് സ്മോക്കിംഗ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഈ സ്മോക്കിങ്ങിനെ ആശ്രയിച്ചാണ് ക്യാൻസർ ഇരിക്കുന്നത്. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ വേറെ കുറെ വേരിയബിൾ ഉണ്ട്, അതൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് വേരിയബിളുകൾ ഇത് രണ്ടുമാണ്, ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റും. അപ്പൊ ഇതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു റിസർച്ചില്, ഈ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തരം റിസർച്ചുമാണ് ഉദ്ദേശിക്കുന്നത്. സയന്റിഫിക് റിസർച്ച്, നമ്മൾ ലിറ്ററേച്ചറിൽ ചെയ്യുന്ന റിസർച്ച് ആണെങ്കിലും സയൻസിൽ ചെയ്യുന്ന റിസർച്ച് ആണെങ്കിലും അതിന് പ്രത്യേകിച്ച് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇന്ന സബ്ജക്റ്റ് എന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലിറ്ററേച്ചറിലാണ് റിസർച്ച് ചെയ്യുന്നത്. ഇപ്പം അറബിക്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് നിങ്ങളൊരു വാല്യൂ ഒക്കെ എടുത്ത് പ്രൂവ് ചെയ്യുന്ന ഒന്നല്ല അല്ലെ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വർക്കിനകത്തും നിങ്ങൾ ഏതെങ്കിലും ഒരു തിയറി അപ്ലൈ ചെയ്യണതൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് വരുന്നില്ല, ഒരു പ്രാക്ടിക്കൽ സൈഡ് ഒന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ റിസർച്ച് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള റിസർച്ച് ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കൊന്നും ഈ പറയുന്ന പോലെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചില റിസർച്ചുകൾക്ക് ഈ പറയുന്ന പോലെ എക്സ്പെരിമെന്റുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്നും ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് എനിക്ക് വെറുതെ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഹൈപ്പോത്തിസിസ് ചെയ്യും അല്ലെ. അത് ഉറപ്പില്ല, റിസർച്ച് തുടങ്ങണമല്ലോ. അപ്പൊ ഞാൻ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്നിട്ട് ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് വേണ്ട ഡേറ്റകൾ കളക്ട് ചെയ്യും. അതായത് എൻ്റെ ഈ റിസർച്ചിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഡേറ്റ ഞാൻ കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് ശരിയാണ്, എന്നിട്ട് ഞാൻ എൻ്റെ ഡേറ്റ കാണിക്കും. അപ്പൊ ഇതാണ് ശരിക്കും ഒരു റിസർച്ചിൽ സംഭവിക്കുന്നത്. ഇനി ഞാൻ ഇങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇത്രയായിട്ട് നമ്മൾ റിസർച്ചിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മളൊരു റിസർച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് മനസ്സിലാക്കണം. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് പ്രൂഫ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാനൊരു റിസർച്ച് തുടങ്ങാൻ വേണ്ടി ഞാൻ പറയുവാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അതെനിക്ക് പ്രൂഫ് ഒന്നുമില്ല, ഞാൻ പറയുവാണ് സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ, അതായത് റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്, രണ്ട് വേരിയബിളുകളാണ് വേണ്ടത്. അപ്പൊ ഈ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ചെയ്യപ്പെടുന്ന സാധനമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പൊ കോൺസ്റ്റന്റും ഉണ്ട്, വേരിയബിളും ഉണ്ട്. വേരിയബിൾ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും, മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോക്കുകയാണ് സ്മോക്കിംഗ് ക്യാൻസർ. ഇവിടെ രണ്ട് തരം
പറയുന്നത് ഇൻഡിപെൻഡന്റും ഒന്ന് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ്. ഇപ്പൊ ഇവിടെ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്നിടത്ത് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, മറ്റൊരു ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് ക്യാൻസർ സ്മോക്കിങ്ങിനെ ആശ്രയിച്ച് രണ്ട് വേരിയബിൾ ആണുള്ളത് അല്ലെ. അപ്പോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്താണ്? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല സ്മോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ നിൽക്കുന്നത്. അപ്പൊ അതെന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി ക്യാൻസർ എന്ന് പറയുന്നതോ അതൊരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കാരണം അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? സ്മോക്കിങ്ങിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെയും കുറെ വേരിയബിളുകൾ ഉണ്ട്, പക്ഷെ നമ്മളിപ്പം രണ്ട് വേരിയബിൾ ആണ് മെയിൻ ആയിട്ട്, അതുകൊണ്ടാണ് ആ രണ്ട് വേരിയബിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാനിപ്പോ വേരിയബിൾ വെച്ചിട്ട് ഒരു ഹൈപ്പോത്തിസിസ് ഫോർം. അപ്പൊ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം രണ്ട് വേരിയബിൾ വേണം. മെയിൻ ആയിട്ട് ഒരു റിസർച്ച് തുടങ്ങണമെങ്കിൽ രണ്ട് വേരിയബിൾ വേണം. ആ വേരിയബിൾ വെച്ചിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ പ്രൂഫ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഞാൻ എന്താ ചെയ്യണത്? അപ്പൊ ഈ ഹൈപ്പോത്തിസിസിനെ എനിക്ക് പ്രൂവ് ചെയ്യണം. ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരു ഹൈപ്പോത്തിസിസ് ഞാൻ ഫോർമുലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതിനെ പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനെ പ്രൂവ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യാം? എനിക്ക് അതിന് വേണ്ട ഡേറ്റ വേണം. അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കും ഡേറ്റ ഇല്ലാതെ അപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റില്ലേന്ന്. ഡേറ്റ ഇല്ലാതെയും പ്രൂവ് ചെയ്യാം. അതായത് ഡേറ്റ ഇൻ ദ സെൻസ് ഇപ്പൊ എനിക്ക് കണക്കിലെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എന്റെ പ്രൂഫുകൾ എന്തായിരിക്കും? നമ്പറിന്റെ രൂപത്തിലുള്ളതായിരിക്കും. അതേസമയം ഞാൻ ലിറ്ററേച്ചറിലാണ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിലാണ് ഒരു റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്പൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുക. പക്ഷെ എന്റെ ഡേറ്റ നമ്പറിന്റെ രൂപത്തിലുള്ളതായിരിക്കണം എന്നില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾ ലിറ്ററേച്ചറിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് ഡേറ്റ കിട്ടണമെന്നില്ല അല്ലെ. കിട്ടണമെന്നില്ല എന്നല്ല, കാരണം നിങ്ങളിപ്പം ഒരു വർക്കിനകത്ത് ഒരു തിയറി അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു റിസർച്ചിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് വേണം. ആ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ട ഡേറ്റ വേണം. അപ്പൊ നമ്മളൊരു സയന്റിഫിക് റിസർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ ക്വാണ്ടിഫയബിൾ ആയിരിക്കും, അതായത് ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് രണ്ട് തരം റിസർച്ച് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ആ റിസർച്ചിലെ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഡേറ്റ നമ്പറിന്റെ രൂപത്തിലുള്ളതായിരിക്കും. അതേസമയം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ ആ റിസർച്ചിലെ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഡേറ്റ എന്തായിരിക്കും? വാക്കുകളുടെ രൂപത്തിലുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പറിന്റെ രൂപത്തിലായിരിക്കും ഡേറ്റ, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ വാക്കുകളുടെ രൂപത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ അത് എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഇനി ഹിസ്റ്ററി, പിന്നെ കൾച്ചർ സ്റ്റഡീസ്, പിന്നെ അങ്ങനെയുള്ളതൊക്കെ എന്തായിരിക്കും? ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നും രണ്ട് തരത്തിലുള്ള റിസർച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് റിസർച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി റിസർച്ചിൽ നമ്മൾ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്തു. ഈ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യുന്ന കുറെ മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. പാരാമെട്രിക്, നോൺ പാരാമെട്രിക് എന്നൊക്കെ പറയുന്നത്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് മെത്തേഡ് ആണ് നമുക്കുള്ളത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയെ അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഡേറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്? ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ രണ്ടു തരം ടെസ്റ്റ് ഉണ്ട്. ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള രണ്ടു തരം മെത്തേഡ് ഉണ്ട്. ഒന്ന് പാരാമെട്രിക് ആണ്, രണ്ടാമത്തത് നോൺ പാരാമെട്രിക് ആണ്. അപ്പൊ പാരാമെട്രിക് എന്ന് പറയുന്നത് ഡേറ്റ നമ്പറിന്റെ രൂപത്തിലാണെങ്കിൽ ആ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പാരാമെട്രിക്. ഡേറ്റ വാക്കുകളുടെ രൂപത്തിലാണെങ്കിൽ അത് നോൺ പാരാമെട്രിക്. അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി മാറി? ആ ഹൈപ്പോത്തിസിസ് എന്തായിട്ട് മാറും? പ്രൂഫ് വന്നു കഴിയുമ്പോൾ ഹൈപ്പോത്തിസിസ് എന്തായിട്ട് മാറും? അതൊരു തിയറി ആയിട്ട് മാറും അല്ലെ. തിയറി ആവുന്നത് എപ്പോഴാണ്? ഹൈപ്പോത്തിസിസ് തിയറി ആവുന്നത് അതിന് പ്രൂഫ് ഉണ്ടാവുമ്പോഴാണ്. പ്രൂഫ് ഇല്ലാത്തിടത്തോളം അത് വെറും ഒരു ഹൈപ്പോത്തിസിസ് ആയിരിക്കും. നമ്മൾ പറയാറില്ല ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കാന്ന്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് പ്രൂഫ് ഒന്നുമില്ല, നമ്മൾ ചുമ്മാ പറയുന്നതാണല്ലേ. അപ്പൊ ഹൈപ്പോത്തിസിസ് തിയറി ആവുന്നത് നമ്മൾ അതിന് പ്രൂഫ് കൊടുക്കുമ്പോഴാണ്. അങ്ങനെ പ്രൂഫ് കൊടുത്ത് അതിനെ തിയറി ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
ഈ പറയുന്ന കാര്യത്തിനെ നമ്മൾ എഴുതും. അതാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ PGക്കൊക്കെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഈ പറയുന്ന പോലെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഈ 2 വേരിയബിളുകളൊക്കെ എടുത്ത് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള രേഖകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്ത് അതിനെ തിയറി ആക്കി മാറ്റും. ഇതാണ് നമ്മളൊരു റിസർച്ചിൽ ചെയ്യുന്നത്. ഇത്ര തിയറി ആക്കി മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് എഴുതി തയ്യാറാക്കും. അതാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു റിസർച്ച് കടന്നു പോകുന്നത്. അപ്പൊ എല്ലാത്തരം റിസർച്ചിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില റിസർച്ചിന് എന്ത് വേണ്ട? ഹൈപ്പോത്തിസിസിനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, അതിന് നമ്മൾ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്നാണ് പറയാ. ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഒരു കമ്പനി തകർന്നു പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ആ കമ്പനി തകർന്നു പോവാനുണ്ടായ കാരണങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കമ്പനി തകർന്നു പോയി എന്നുള്ളത് നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞതിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്രൂഫ് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കമ്പനി തകർന്നു പോയി, അപ്പൊ അത് തകരാനുണ്ടായ കാരണങ്ങൾ നമുക്കിനി പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി സംഭവിച്ച എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ആ കമ്പനി തകർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈജൂസ് ആപ്പിന്റെ തകർച്ചയെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ബൈജൂസ് ആപ്പ് തകരാനുണ്ടായ കാരണം ഇനി നമ്മൾ പുതിയത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി ആ കാരണം കൊണ്ടാണ് ബൈജൂസ് ആപ്പ് തകർന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ളതിനകത്ത് നമ്മൾ ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചിലതിനകത്ത് നമുക്ക് ഈ പ്രൂവ് ചെയ്യാന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ ഒന്നും വെച്ചിട്ട് ഇത് ഇങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചില ഹിസ്റ്റോറിക്കൽ റിസർച്ചിലൊന്നും പ്രൂഫ് ഇല്ല, അതായത് ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പൊ അങ്ങനത്തെ റിസർച്ചും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് എല്ലാ റിസർച്ചിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഓരോ റിസർച്ചിനനുസരിച്ച് നമ്മൾ ഇത് ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ റിസർച്ചിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ചിലതിനകത്ത് നമുക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ചിലത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് തിയറി ആക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ ഓരോ റിസർച്ചിനും അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റെപ്പിനകത്തൊക്കെ ചേഞ്ച് വരുത്തും. അപ്പൊ ഇത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്. അതായത് ഇതൊക്കെയാണ് റിസർച്ചിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതൊരു ജനറൽ ഐഡിയ ആണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ AI ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ കോപ്പി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ റിസർച്ചിൽ വരുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു ഒരു ഫാക്ടറാണ് റിസർച്ചിന്റെ കേസിൽ. അതായത് കോപ്പി അടിച്ചത് പിടിച്ചു കഴിഞ്ഞാൽ കോപ്പി റൈറ്റിന് പ്ലേജിയറിസം എന്നാണ് പറയാം. അതായത് നമ്മൾ റിസർച്ച് വേറെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ, അത് അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്ലേജിയറിസം വരുന്നുണ്ട്. അതായത് ഒരു ബുക്ക് അതേപോലെ, ഒരു റിസർച്ച് അതേപോലെ തന്നെ കോപ്പി ചെയ്യുക. ചിലരിപ്പം മലയാളത്തിൽ ചെയ്തൊരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലെ റിസർച്ചിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഒരാളുടെ റിസർച്ച് അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ഡീബാർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത് എത്രത്തോളം പ്ലേജിയറിസം നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് തരുന്ന ശിക്ഷ എന്ന് പറയുന്നത്, നമുക്ക് തരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ രീതിയിലൊക്കെ നമ്മൾ പ്ലേജിയറിസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഫോർഗീവ് ചെയ്ത് തരും ഈ പെർസെന്റേജ് അനുസരിച്ച്. അതായത് ഇപ്പൊ പ്ലേജിയറിസം ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ റിസർച്ച് നമ്മുടെ ഗൈഡ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? അവര് പ്ലേജിയറിസം ചെക്ക് ചെയ്യും. അതിൽ എത്ര പെർസെന്റേജ്, അപ്പൊ അവർക്ക് അത് അറിയാൻ പറ്റും എത്ര പെർസെന്റേജ് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് സിമിലർ ആണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഡേറ്റയിൽ ഇത് സിമിലർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ ആ പെർസെന്റേജ് അനുസരിച്ചിട്ടാണ് നമുക്ക് പെനാൽറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ പല ആളുകളും ചെയ്യാറുള്ളത്, ഇപ്പോ ഞാൻ വേറെ എവിടെയോ വായിച്ചതാണ് കേട്ടോ, അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ റിസർച്ച് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചിലരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഓൾറെഡി ഒരു പ്ലേജിയറിസം ചെക്ക് ചെയ്യുന്ന സൈറ്റിൽ അവർ കൊണ്ടുപോയിട്ട് അവരുടെ ഈ റിസർച്ച് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നാലാണ് നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒതന്റിക് അല്ലാത്ത ഒരു സൈറ്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ
നമ്മുടെ ഈ ഡേറ്റ അവര് കളക്ട് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുമ്പോ എന്താണ്, ഇതിന് പ്ലേജേഴ്സ് ഒന്നും ഇല്ല എന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഓർത്ത് ഓക്കെ, സമാധാനമായി, അപ്പൊ ഇനി ധൈര്യമായിട്ട് നമുക്ക് ഗൈഡിന് സബ്മിറ്റ് ചെയ്യാം. ഇനി ഗൈഡ് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഇത് ചെക്ക് ചെയ്തല്ലോ, ആ ഡേറ്റ ഒതന്റിക് അല്ലാത്ത സൈറ്റ് ആണെങ്കിൽ ആ ഡേറ്റ ചോരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇന്റർനെറ്റിൽ കയറും, അത് വേറെ ആളുടെ പേരിലൊക്കെ കയറാം. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൈഡ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ എന്നായി പോകും. അപ്പൊ അതിന്റെ ഓതർഷിപ്പ് നമ്മളിൽ നിന്ന് ഓൾറെഡി അവിടെ ഇന്റർനെറ്റിൽ അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ ഓതർഷിപ്പ് അയാൾക്കാവുകയും നമ്മുടെ ഓതർഷിപ്പ് നഷ്ടപ്പെടുകയും നമ്മൾ പ്ലേജേഴ്സും കമ്മിറ്റ് ചെയ്തു എന്നാവുകയും ചെയ്യും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പ്ലേജേഴ്സ് നമുക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്യണം സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. എന്തിനായിരിക്കും നമ്മൾ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്? കാരണം ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ ഡേറ്റകൾ എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്ന് തോന്നുകയാണ്, നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേജറിസം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ഐഡന്റിക്കേറ്റ് എന്നൊക്കെ പറയുന്ന ഐതെന്റിക്കേറ്റ് എന്നൊക്കെ പറയുന്ന സൈറ്റ് ഉണ്ട്. ഐതെന്റിക്കേറ്റ്, സ്മോൾ ലെറ്റർ ഐ ഒരു ഹൈഫൺ തെന്റിക്കേറ്റ്, THENTICATE, ഐതെന്റിക്കേറ്റ് എന്നൊക്കെ പറയുന്ന സൈറ്റ് ഉണ്ട്. പ്ലേജേഴ്സും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ ഒതന്റിക് ആയിട്ടുള്ള സൈറ്റുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള സൈറ്റിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യാമുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യന്റെ മീനിങ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടില്ല, ഞാൻ ജസ്റ്റ് അതിന് മുന്നേ ഒരു അവയർനെസ് തന്നാണ് റിസർച്ചുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ റിസർച്ച് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ തരത്തിലുള്ള റിസർച്ച് ഉണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, ഈ 2 ഏരിയ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോ ബുക്ക് റെഫർ ചെയ്യുവാണ്, ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ റിസർച്ചിന്റെ ഏരിയ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട 2 ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ചും പിന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും. ഓക്കെ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, അതിനകത്ത് തന്നെ പാരാമെട്രിക് നോൺ പാരാമെട്രിക്, അത് ഈ 2 ടോപ്പിക്കുകൾ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ടൈപ്സ് ഓഫ് റിസർച്ച്, രണ്ടാമത്തത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, അതിനകത്ത് തന്നെ പാരാമെട്രിക് നോൺ പാരാമെട്രിക്. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടൈപ്പുകൾ ഉണ്ട്. അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യില്ലേ, അപ്പൊ അതിന് 2 മെത്തേഡ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റിയും പ്രോബബിലിറ്റിയും. ആ ഏരിയയും നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് നോട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഓക്കെ, ഈ പറയുന്ന 3 കാര്യങ്ങൾ, സാമ്പിളിംഗ് ടെക്നീക്ക്, അതായത് പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ടോപ്പിക്കുകൾ മാത്രം പറയുന്നത്. നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സാമ്പിളിംഗിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പിന്നെ ഈ പറയുന്ന ടൈപ്സ് ഓഫ് റിസർച്ച്, മൂന്നാമത്തത് പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, അതായത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് മെത്തേഡുകളാണിത്. ഓക്കെ, അപ്പൊ ഈ 3 ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ പ്ലേജറിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണാറുണ്ട്. ഈ 4 ഏരിയ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് റിസർച്ചിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയാം സർ. സാമ്പിളിംഗില് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, പിന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, അതിനകത്ത് തന്നെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്, പിന്നെ പ്ലേജിയറിസം. ഇത്രയും ഏരിയ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. വലിച്ചു വാരി പഠിക്കേണ്ട. അതായത് നമ്മൾ എപ്പോഴും ക്രിസ്പായിട്ട് പഠിക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് എക്സാമിന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ആ ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ ഇതിനെ പറ്റിയിട്ടൊരു ജനറൽ അവയർനെസ് നമുക്ക് ഉണ്ടാവും വേണം, എന്താണ് റിസർച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ. അതല്ല, അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ. അപ്പൊ ഈ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് പറയാൻ. ചോദ്യം പറയുന്നത് ചോദ്യത്തിന്റെ രൂപത്തിൽ എന്താണ് പേര്, എവിടെയാണ് വീട്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന പോലെയാണോ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്? അതായത്
എന്താണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ക്യാൻസറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ക്യാൻസർ ആയിരിക്കും. അപ്പോ ക്യാൻസറിന്റെ കാരണത്തിൽ വരും. ഇപ്പൊ ഞാൻ പറയുവാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഇതാണ് എന്റെ പാഠ്യ വിഷയം, അല്ലെങ്കിൽ ഞാൻ ഇതാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസർ ആണ് എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന കാര്യങ്ങളാണ് എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്റെ റിസർച്ച് പ്രോബ്ലം. ഓക്കെ, അപ്പോ റിസർച്ച് ക്വസ്റ്റ്യന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 4 അപ്രോച്ചുകൾ ഉണ്ട്. ഇത് കേർലിംഗർ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ്. ഇത് തികച്ചും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഇത് എനിക്ക് തോന്നുന്നു 2017 മറ്റോ ആണ്, 2021 മറ്റോ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിക്കാം, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ അതാണ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് ഉണ്ട് പറഞ്ഞ സൗണ്ട് വീണ്ടും പോയോ? അപ്പോ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടും ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ 4 ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ്. അതിൽ നിന്നാണ് 90% ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞ 10% ഇതുപോലത്തെ ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ് ഞാൻ ആദ്യം പറഞ്ഞ ഏരിയകൾ. അത് നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും ഇത് നോക്കാൻ നിൽക്കണ്ട. ആദ്യം അത് ക്ലിയർ ചെയ്യുക, ആ ഏരിയ നിങ്ങൾ പക്കയാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കേർലിംഗർ എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് ഒരു റിസർച്ച് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 അപ്രോച്ചുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് അതിനു മുന്നേ ആ കേർലിംഗറിന്റെ ആ ഒരു തിയറിയിലേക്ക് തന്നെ നേരിട്ട് അങ്ങ് പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. 3 main criteria have been stated by Kerlinger that determine a good statement of the problem. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്റ്റേറ്റ് എത്രത്തോളം നല്ലതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേർലിംഗർ 3 മെയിൻ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഒന്ന്, 2 വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുക. അതായത് ഒരു റിസർച്ച് സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കർലിംഗർ 3 ക്രൈറ്റീരിയ ആണ് പറയുന്നത്, 3 മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഒരു റിസർച്ച് സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന 3 കാര്യങ്ങൾ, 3 മാനദണ്ഡങ്ങൾ. ഒന്ന് എന്താണ്? 2 വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ് വേരിയബിള്. ആ 2 വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാം. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് നീഡ്സ് ടു ബി സ്റ്റേറ്റഡ് ക്ലിയർലി ആൻഡ് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു സബ്ജക്ട് ഇറ്റ് ടു സയന്റിഫിക് ഓർ എംപിരിക്കൽ ടെസ്റ്റിംഗ്. അതായത് അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഈ 2 വേരിയബിളുകളും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അത് തമ്മിലുള്ള ബന്ധത്തിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഈ 3 കണ്ടീഷൻസ് ആണ് കേർലിംഗർ പറയുന്നത്. എന്ത്? ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. ഇനി ഒരു റിസർച്ച് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് 4 അപ്രോച്ചുകൾ കർലിംഗർ പറയുന്നത്. ഈ 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു റിസർച്ച് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹൈപ്പോത്തിസിസ്, ആ ഹൈപ്പോത്തിസിസ് എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലാക്കാനുള്ള 3 മാനദണ്ഡങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് 2 വേരിയബിൾ ഉണ്ടായിരിക്കണം, ആ വേരിയബിൾ തമ്മിലുള്ള ബന്ധത്തിനെ കൃത്യമായിട്ട് സ്ഥാപിച്ചിരിക്കണം, ആ ബന്ധത്തിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് കേർലിംഗർ പറയുന്നത്. ഇനി ഒരു റിസർച്ച് ചോദ്യത്തിന്റെ ഉത്തരം, അതായത് ഇപ്പൊ ഡസ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, 4 അപ്രോച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? ആ ഹൈപ്പോത്തിസിസ് എത്രത്തോളം നല്ലതാണെന്ന് 3 ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ റിസർച്ച് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് 4 അപ്രോച്ചുകൾ ഉണ്ടെന്നാണ് കർലിംഗർ പറയുന്നത്. ആ 4 അപ്രോച്ചാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തത് മെത്തേഡ് ഓഫ് ടെനാസിറ്റി ആണ്. മെത്തേഡ് ഓഫ് ടെനാസിറ്റി, അതായത് ചില സമയത്ത് പീപ്പിൾ ഫേർമി ഹോൾഡ് ഓൺ ടു ദി ട്രൂത്ത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ പറയാണ്, ഞാനൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാണ്. എർത്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിച്ചോ, എർത്ത് റൊട്ടേറ്റ്സ് അറൌണ്ട് സൺ. അപ്പൊ ഈ ഒരു ഹൈപ്പോത്തിസിസിനെ ഫോർമുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തിയറിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് നിങ്ങൾ എല്ലാവരും പറയും. കാരണം എന്താണ്? ഇതിപ്പോ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ കുറെ നാളായിട്ട് ഒരു കാര്യം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ.
അപ്പൊ ഞാൻ അതാണ് ഹൈപ്പോത്തിസിസിൽ എഴുതിയതെങ്കിൽ നിങ്ങൾ പറയും ആ ഹൈപ്പോത്തിസിസ് ശരിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ശരി? ഇത് കുറെ നാളായിട്ട് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് ശരിയാണ്. അതാണ് ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് മെത്തേഡ് ഓഫ് ടെനാസിറ്റി എന്ന് പറയുന്നത്. കുറെ നാളുകളായിട്ട് ശരിയാണെന്ന് നമ്മൾ ധരിക്കുന്ന ചില സാധനങ്ങളാണ് ഞാൻ ഹൈപ്പോത്തിസിസിൽ എഴുതുന്നതെങ്കിൽ ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കും. കാരണം എന്താണ്, കുറെ നാളായിട്ട് അത് ശരിയാണെന്നാണല്ലോ പറയപ്പെടുന്നത്, സോ അത് ശരിയായിരിക്കും. അപ്പൊ അതിന് പ്രൂഫിന്റെ ഒന്നും ആവശ്യമില്ല. അത് കുറെ നാളായിട്ട് ശരിയാണെന്നാണല്ലോ പറയുന്നത്, അപ്പൊ അത് ശരിയായിരിക്കും. അതാണ് മെത്തേഡ് ഓഫ് ടെനാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് ക്വസ്റ്റ്യന് ആൻസർ കിട്ടാനുള്ള ഒരു മെത്തേഡ് എന്താണ്? മെത്തേഡ് ഓഫ് ടെനാസിറ്റി. ഇത് എത്ര നാളുകളായിട്ട് ആളുകൾ ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തേത് മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ. ചില സമയത്ത് നമുക്ക് തോന്നും ഇത് ശരിയാണ്. എന്തുകൊണ്ടാണ് ശരി? എനിക്കങ്ങനെ തോന്നുന്നു. നമ്മൾ പറയില്ലേ എന്റെ ഒരു ഇൻറ്റ്യൂഷൻ ശരിയാണെങ്കിൽ, എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒക്കെ നമ്മൾ പറയാറില്ലേ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നത് ശരിയാണെന്നാണ്. അപ്പൊ ആ രീതിയിലും ചില സമയത്ത് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കാറുണ്ട്. ഇനി ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും സയന്റിഫിക് റിസർച്ചിൽ നമ്മൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അത് കർലിംഗറിന്റെ തിയറിയാണ്. മൂന്നാമത്തതാണ് മെത്തേഡ് ഓഫ് അതോറിറ്റി. നമ്മൾ പറയാണ് ഇത് ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയുന്നതാണ് മെത്തേഡ് ഓഫ് അതോറിറ്റി. അടുത്തതാണ് മെത്തേഡ് ഓഫ് സയൻസ്. യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ് ആൻഡ് ടെസ്റ്റ് അപ്രോച്ചസ് ടു ക്ലാരിഫൈ ഡൗട്ട്. ഇതാണ് ശരിക്കും ഒത്തന്റിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എന്റെ ഒരു റിസർച്ച് ക്വസ്റ്റ്യന് ഉത്തരം കണ്ടെത്താൻ ഞാൻ എന്താ ചെയ്യുന്നത്? സയൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ സയന്റിഫിക് മെത്തേഡിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്തിട്ട് പറയുകയാണ് ഇതാണ് ശരി എന്ന് പറയുകയാണെങ്കിൽ അതാണ് മെത്തേഡ് ഓഫ് സയൻസ്. അപ്പൊ ഈ 4 രീതിയിലൂടെയാണ് എനിക്ക് റിസർച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? മെത്തേഡ് ഓഫ് ടെനാസിറ്റി, സമയം, കുറെ നാള് വിശ്വസിച്ച ഒരു കാര്യം ശരിയാണെന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ, എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ശരിയാണ്. മെത്തേഡ് ഓഫ് അതോറിറ്റി, ഇതിനെ പറ്റിയിട്ട് ഒരു അതോറിറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പൊ ഐസക് ന്യൂട്ടൺ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ശരിയാണ്, അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ശരിയാണ്. മെത്തേഡ് ഓഫ് സയൻസ്, സയന്റിഫിക്കലി ഇത് പ്രൂവൺ ആണ് അതുകൊണ്ട് അത് ശരിയാണ്. ഇങ്ങനെ 4 വിധത്തിലാണ് നമ്മളൊരു റിസർച്ച് ക്വസ്റ്റ്യന് ഉത്തരത്തിലേക്ക് എത്തുന്നതെന്നാണ് കർലിംഗർ പറയുന്നത്. അപ്പൊ ഇനി ചോദ്യത്തിലേക്ക് വരാം. 4 അപ്രോച്ചുകൾ, റിസർച്ച് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താനുള്ള 4 അപ്രോച്ചുകൾ കർലിംഗറിനെ സംബന്ധിച്ച് ഏതൊക്കെയാണെന്ന്. മെത്തേഡ് ഓഫ് ടെനാസിറ്റി നമ്മൾ പറഞ്ഞു, മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ പറഞ്ഞു, മെത്തേഡ് ഓഫ് അതോറിറ്റി പറഞ്ഞു, മെത്തേഡ് ഓഫ് സയൻസ് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ്? 1, 2, 3, 4. 1, 2, 3, 4. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇത് കർലിംഗറിന്റെ മാത്രം തിയറിയാണ് കേട്ടോ, കർലിംഗറിന്റെ മാത്രമാണ്. അടുത്തത് കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എങ്ങനെയാണ് റിസർച്ചിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, റിസർച്ചർ to evaluate effect of a method. അവിടെ ഇഫക്റ്റ് എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചോദ്യം വായിക്കുന്ന സമയത്ത് ചില വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫക്റ്റ് എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ ഇപ്പം? അപ്പൊ ഇഫക്റ്റ് എന്ന് പറയുന്ന വേർഡ്, അതായത് നമ്മൾ റിസർച്ച് ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോ ഒരു സെന്റൻസിന് മുഴുവൻ മീനിങ് ഒന്നും കിട്ടണ്ട, നിങ്ങൾ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡുകൾ നോട്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ റിസർച്ചിന്റെ കേസിൽ ഇഫക്റ്റ് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് ഒരു റിസർച്ചർ എന്തിനാണ് ശ്രമിക്കുന്നത്? ടു ഇവാലുവേറ്റ് ദി ഇഫക്റ്റ്. ഒരു കാര്യം, ഒരു സംഭവത്തിന്റെ ഇഫക്റ്റ്. ഒരു ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ സംഭവം കഴിച്ചു, ഒരു മരുന്ന് കഴിച്ചു, എന്റെ അസുഖം മാറി. അപ്പൊ അതിന്റെ ഇഫക്റ്റ് എന്താണ്? അസുഖം മാറി എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇഫക്റ്റ് എന്നുള്ളത്, അപ്പൊ ഒരു റിസർച്ചർ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇഫക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, ഇഫക്റ്റിനെ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇഫക്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഫീഡിങ് ഓൺ ആങ്സൈറ്റി പ്രോൺനെസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിലെ ആങ്സൈറ്റി എന്തിന്റെ ഇഫക്റ്റ് ആണ്? ഫീഡിങ്ങിന്റെ ഇഫക്റ്റ് ആണ്. അതായത് ഭക്ഷണവും ആങ്സൈറ്റിയും തമ്മിലുള്ള ബന്ധമാണ് പഠിക്കുന്നത്. അതായത് ഭക്ഷണം എങ്ങനെയാണ് ആങ്സൈറ്റിയിലേക്ക് എത്തിക്കുന്നത്. ക്ലിയർ ആണോ? അത് ആ പറഞ്ഞ സംഭവം ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? അത് ഇഫക്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഫീഡിങ്. മെത്തേഡ് ഓഫ് ഫീഡിങ്ങിന്റെ ഇഫക്റ്റ് എന്തില്? ആങ്സൈറ്റിയിൽ. അതായത് നമ്മൾ ഏത് രീതിയിലാണോ കഴിക്കുന്നത്, ഏത് മെത്തേഡ് ഓഫ് ഫീഡിങ് എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യണത്, എന്തിനെ? ആങ്സൈറ്റിയെ. അതാണ് പഠിക്കുന്നത്.
വിച്ച് മെത്തേഡ് ഓഫ് റിസർച്ച് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദിസ്? അതായത് കോസ് ആൻഡ് ഇഫക്റ്റിനെ പറ്റി പഠിക്കാൻ ഏത് റിസർച്ച് ആണ് ഏറ്റവും നല്ലത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഈ കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ അതെന്തായിരിക്കും? ഒന്ന്, എക്സ്പെരിമെന്റൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോ എക്സ്പെരിമെന്റൽ എന്നുള്ളത് ചാടിക്കേറി ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ എക്സ്പോസ്റ്റ് ഫാക്ടോ വന്നത്? നിങ്ങൾ കോസ് ആൻഡ് ഇഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ രണ്ട് സാധ്യതകളാണ്. അതായത് കോസ് ഇഫക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾക്ക് അത് രണ്ട് തരം റിസർച്ച് ആണെന്ന് അനുമാനിക്കാം. ഒന്ന് എക്സ്പെരിമെന്റൽ, രണ്ടാമത്തത് എക്സ്പോസ്റ്റ്. ഇനി ഇതിൽ രണ്ടിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് എങ്ങനെയാണ്? അപ്പൊ കോസ് ഇഫക്റ്റ് എന്ന് ചോദ്യ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഉത്തരമാവാനാണ് സാധ്യത. ഒന്ന് എക്സ്പെരിമെന്റലും രണ്ടാമത്തത് എക്സ്പോസ്റ്റ് ഫാക്ടോയും. എക്സ്പെരിമെന്റൽ, എക്സ്പോസ്റ്റ് ഫാക്ടോ. ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? അപ്പൊ എക്സ്പെരിമെന്റൽ ആവാനും എക്സ്പോസ്റ്റ് ഫാക്ടോ ആവാനുമാണ് സാധ്യത കോസും ഇഫക്റ്റും കണ്ടാൽ. അതായത് ഒരു കാരണം, ആ കാരണം എത്തിക്കുന്ന ഒരു റിസൾട്ട്. ഇങ്ങനെ രണ്ട് സാധ്യതകളാണുള്ളത്. എക്സ്പെരിമെന്റലിലും ഉണ്ടാവാം, എക്സ്പോസ്റ്റ് ഫാക്ടോയിലും ഉണ്ടാവാം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ഇത് ജന്മത്തിൽ മറന്നുപോകില്ല. എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്റെ +2 വെച്ച് ചെയ്തിട്ടുള്ള ഒരു കള്ളത്തരം തന്നെ കരുതി പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കെമിസ്ട്രി ലാബാണ്. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? കെമിസ്ട്രി ലാബാണ്. അപ്പൊ ആരെങ്കിലും സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ഈ പിപ്പറ്റ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണ്. പിപ്പറ്റ് എന്ന് പറയുന്ന സംഭവം എന്താ അറിയാത്തവർ ഒരു ഹോസ് പോലത്തെ ഒരു സംഭവം എന്ന് വിചാരിക്കാം. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പേഷ്യൻസിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹോപ്പ്ഫുള്ളി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴക്കാറും ഇടിയും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, താങ്ക് യു.